അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാർ, ഭാര്യ ഭർത്താക്കന്മാർ, ഈ കൂട്ടുകാർക്ക് ഇതെല്ലാം ഷെയർ ചെയ്യുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം വരെ പുറത്തേക്ക് ഫ്ലാഷ് ആവുകയാണ്. എന്തൊരു തോന്നിയാസാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു തോന്നിന്റെ ഇന്റിമേറ്റ് ആണ് പറയാ. എന്ത് ഇന്റിമേറ്റ്? എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി അത് വളർന്നാൽ എന്താണ്ടാവും? അവന്റെ സ്വകാര്യ ജീവിതങ്ങൾ കംപ്ലീറ്റ് പുറത്തെത്തിയിട്ടുണ്ടാവും. അവനെത്തിയാൽ അവൻ തീർച്ചയായിട്ടും അവന്റെ ഇണയോട് പറയും. അങ്ങനെ സ്വകാര്യത ഇല്ലാത്തൊരു ദാമ്പത്യ ബന്ധമായിട്ട് നമ്മൾ തകർന്ന് തരിപ്പുളമായി പോകും. ആ പെണ്ണിനെ പിന്നീട് കാണുമ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ അവർക്ക് ഓർമ്മ വരും. ചിലതവനെ ചീത്തയായ ദുശ്ചിന്തകൾക്ക് സ്വാധീനിക്കും, ചിലതല്ല, പലപ്പോഴും പലതും, അല്ലേ? അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കിടപ്പറയിലെ സ്വകാര്യതകൾ പങ്കുവെക്കുന്നവരെ നിർത്തണം നിങ്ങളെല്ലാവരും. തോന്നിയസാണത്, ചെയ്യരുത്. അത് ഇണയോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇണയെ കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ്. ഇണയുടെ സ്വകാര്യതകൾ മറ്റൊരുത്തർ പറഞ്ഞു കൊടുക്കുക എന്നത് അവരോട് ചെയ്യുന്ന മര്യാദക്കേടാണ്. തിരിച്ചും അതുപോലെ തന്നെ ആണുങ്ങളെക്കാളും അധികം അപകടം സ്ത്രീകൾക്കാണെന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. സ്ത്രീകളിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകാറുള്ളത് പലപ്പോഴും. പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ചില ഗുണത്തിനായിരിക്കും പറയുന്നത്. ചില സ്ത്രീകൾ ഇത് മാന്തിയെടുക്കും. അതിന് നല്ല എന്താ പറയാ ഉഗ്രശേഷിയുള്ള കഴിവുള്ളവരുണ്ട് പലരും. ഈ സ്വകാര്യതകൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലതെല്ലാം മാന്തിയെടുക്കാൻ അവരവരുടെ ആദ്യം പറഞ്ഞിട്ട് മറ്റേതും കൂടെ എടുക്കും. അപ്പൊ നമ്മൾ സ്വകാര്യത നമ്മൾ പറഞ്ഞു പോകും. പ്രിയപ്പെട്ട സ്ത്രീകളെ, സഹോദരിമാരെ, ചെയ്യരുത്. ദാമ്പത്യ ജീവിതത്തിലെ കിടപ്പറയിലേക്ക് സ്വന്തം മക്കൾക്ക് പോലും പ്രവേശനമില്ലെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുതല്ലോ മറ്റുള്ളവരുന്നു. മാതാപിതാക്കൾക്ക് പ്രവേശനമുണ്ടോ? പറ്റൂല. 7 ദിവസം ദമ്പതിമാരെ വെറുതെ വിടാനാണ് പറഞ്ഞത്. അവരെ കൊള്ളങ്ങൾ പോകരുത്, സ്വതന്ത്രമാക്കി അവരെ. വിവാഹത്തിൽ ആദ്യത്തെ ദിവസങ്ങൾ അവരോട് പെർമിഷൻ വാങ്ങാതെ റൂമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. 3 സമയങ്ങളിൽ അനുവാദം കൂടാതെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. 3 തവണ സലാം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് മടക്കമില്ല, വാതിൽ തുറക്കുന്നില്ലെങ്കിൽ തിരിച്ചു നടക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്തിനാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ഹദീസുകൾ പറഞ്ഞു തന്നിട്ടും വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ വഹ്യാണിത്. ആയത്തും ഹദീസുകളും എല്ലാം ഈ നിയമങ്ങളൊക്കെ പറഞ്ഞെന്തിനാ? സ്വകാര്യതകൾ പുറത്തു പോകാൻ പാടില്ല. മനസ്സിലല്ലേ? ഒച്ചുണ്ടാക്കാതെ വാതിൽ മുട്ടാതെ കയറി പോകാൻ പാടില്ല എന്നാ. സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് അവരോട് പറയാതെ പോകരുതെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അതിനേക്കാൾ വലിയ നിയമം വേണോ നമുക്ക്? സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് ഭർത്താവ് പോകുമ്പോഴേ ഓളെ അറിയിക്കാതെ പോകരുത് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താ വിചാരിക്കുക? ഓൾ അറിയാതെ ഇതിലേന്ന് പോയി വെക്കുക, ഓള് വേറെ എന്തെങ്കിലും പെടുന്നോന്ന് നോക്കുക. ആ ചിന്താഗതി എന്ന തെറ്റാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പറയാതെ വരും. ഭയങ്കര സസ്പെൻസ് ആണ് ഈ വിഡ്ഢി വിചാരിക്കുന്നത്. തോന്നിയാസാണ് അത്. ശരി, നിനക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവളുണ്ടവൾ. അവൾ അവളുടെ ന്യൂനതകളോ പോരായ്മകളോ ഇന്നേ വരെ കാണിക്കാത്തതുണ്ടാകും പലതും. അവൾക്ക് ഒരുങ്ങേണ്ടി വരും നിങ്ങളുടെ മുന്നിലേക്ക്. അവൾ ഏറ്റവും മോശമായ വേഷത്തിലോ മോശമായ ഗന്ധത്തിലോ മോശമായ രീതിയിലോ കാണുന്നത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ഉടക്കുക ചെയ്യുക. ഒരിക്കലും അത് നന്നാക്കൂല. സസ്പെൻസ് കണ്ടിട്ട് സിനിമയിൽ കാണുന്ന പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരില്ല, അറച്ചു പോവുക ചെയ്യുക രണ്ടുപേരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഉണ്ടാതെ പോയി നോക്കണമെന്ന്. പറ്റൂല, പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ അത് കാണേണ്ടി വരുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. മോശമായത് കാണാൻ വേണ്ടിയിട്ട് പിന്നിലൂടെ പോയി നോക്കല്ല പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. മോശമായതൊന്നും കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് വുളൂ ചെയ്ത് സലാം ചൊല്ലി കയറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോശമായത് കണ്ടിട്ട് എന്തിനാ തകരാനോ? എന്തിനാ കാണരുതെന്നാ വിചാരിക്കേണ്ടത്? പ്രതിയെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് എന്തിനാ പത്രത്തിൽ കൊടുക്കാനോ മീഡിയയിൽ ഓടാനോ? എന്താ അതിന്റെ കാര്യം? എന്നിട്ട് മക്കൾ ഒറ്റപ്പെടാനോ? അതുണ്ടാവരുതേ എന്ന് ചിന്തിക്കാൻ അതിനാ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.